Good morning. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു നോക്കിയല്ലേ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഹൗസ് കീപ്പിംഗ് സർവീസ് എന്താണ്? ഹൗസ് കീപ്പിംഗ് ക്ലീൻനെസ് അല്ലെ, ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ടാസ്കുകൾ, ക്ലീനിങ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നത്. അവിടെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഹോസ്പിറ്റലില് ഹൗസ് കീപ്പിംഗ് സർവീസ് ഇമ്പോർട്ടന്റ് ടാസ്കുകൾ ഏതൊക്കെയാണ് എന്നുള്ള 3 പോയിന്റ് പറഞ്ഞു. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻസ്, ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യം എന്താണ്, എന്തിനാണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സിന്റെ പോയിന്റ്സ് പറഞ്ഞു. ദെൻ അടുത്തത് ലൊക്കേഷൻ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലേ? Okay, housekeeping attend all the areas and the department of the hospital. They may be situated in എവിടെയാണെന്നാ പറഞ്ഞത്? നോൺ പ്രൈം ഏരിയ, അധികം പ്രാധാന്യം ഇല്ലാത്ത ഏരിയയിലായിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓർഗാനോഗ്രാം. അവിടെ വരെയല്ലേ? ഓർഗാനോഗ്രാം അല്ലേ ഇനി എടുക്കണ്ടേ? കേൾക്കുന്നില്ലേ നിങ്ങള്? യെസ്, ഓക്കെ. ഓർഗാനോഗ്രാം. അടുത്ത ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്മള് ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും ഡിപ്പാർട്ട്മെന്റുകള്, ആളുകള് അവരൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ ഹൗസ് കീപ്പിംഗ് സർവീസിനെ നമ്മൾ ഓർഗാനോഗ്രാമിനെ 3 ലെവലുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ, then അതിന്റെ കീഴില് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ്, then ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. അങ്ങനെ നമ്മള് ഓർഗാനോഗ്രാമിനെ 3 ലെവലുകളായിട്ടാണ് തിരിച്ചേക്കുന്നത് കേട്ടോ. ഓർഗാനോഗ്രാം then ഫസ്റ്റത്തെയാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്നത്, നയിക്കുന്നത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ഹു ലീഡ്സ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആരാണ് ലീഡ് ചെയ്യുന്നത്? Executive housekeeper manager. He or she should be able to form, control and develop housekeeping services in the hospital. അവർക്ക് എന്തിനുള്ള കഴിവ് വേണം? ഫോം ചെയ്യാൻ, രൂപീകരിക്കാൻ, നിയന്ത്രിക്കാൻ, കൺട്രോൾ ചെയ്യാൻ, വികസിപ്പിക്കാൻ. എന്താ? ഹൗസ് കീപ്പിംഗ് സർവീസുകൾ അല്ലെ? ഹൗസ് കീപ്പിംഗ് സർവീസുകൾ രൂപീകരിക്കാനും നിയന്ത്രിക്കാനും വികസിപ്പിക്കാനുമുള്ള ഒരു കഴിവ് വേണം. അതാണ് അവർക്ക് ആ ഒരു ജോലി എന്ന് പറയുന്നത്. എന്തിനുള്ള ഇത് വേണം? ഹൗസ് കീപ്പിംഗ് സർവീസുകൾ ഫോം ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാൻ, വികസിപ്പിക്കാനുമുള്ള കഴിവ് വേണം. 2 പോയിന്റും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ഡിപ്പാർട്ട്മെന്റിനെ, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യാണ്. അവർക്ക് എന്തിനുള്ള കഴിവ് വേണം? ഈ ഹൗസ് കീപ്പിംഗ് സർവീസുകൾ, ഹൗസ് കീപ്പിംഗ് ഫോം ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും വികസിപ്പിക്കാനുമുള്ള കഴിവ് വേണം. നെക്സ്റ്റ് തൊട്ട് താഴെ വരുന്നതാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. നെക്സ്റ്റ് ലെവൽ ഏതാണ്? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ്. Trained and acquainted with the housekeeping procedure and able to manage housekeeping staff. അവര് നോക്കി acquainted എന്ന് വെച്ചാൽ പരിചയമുള്ള. എന്ത് വേണം? അവർക്ക് ട്രെയിൻഡ്, പരിശീലനം ലഭിക്കണം. ഈ ഹൗസ് കീപ്പിംഗ് സർവീസില് അവർക്ക്, അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗില് അവർക്ക് എന്ത് ഉണ്ടായിരിക്കണം? ട്രെയിൻഡ്, പരിശീലനം, അതുപോലെ തന്നെ പരിചയമുള്ളതായിരിക്കണം വിത്ത് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ. അപ്പൊ ഹൗസ് കീപ്പിംഗ് നടപടിക്രമങ്ങളില് നല്ല പരിശീലനവും അതുപോലെ നല്ല പരിചയമുള്ള ആളുകളായിരിക്കണം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ അതുപോലെ ഫ്ലോർ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അദ്ദേഹം നോക്കിയേ, ഏബിൾ ടു മാനേജ് ദ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അതിന് അവർക്കിടെ എന്താണ് ആ ഡ്യൂട്ടി പറയുന്നത്? ഏബിൾ ടു മാനേജ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക.
അപ്പൊ അതിൻ്റെതായ ട്രെയിനിങ്ങും പരിശീലനവും ലഭിച്ച ആളായിരിക്കണം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ എന്ന് പറയുന്നത്. Then നെക്സ്റ്റ് വരുന്നതാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഇനി ഏറ്റവും താഴെ വരുന്നതാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. അധികം ട്രെയിനിങ് എന്താ പറയാ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ വേണം അവർക്ക്. ഇൻഎക്സ്പേർട്ട് അധികം എക്സ്പേർട്ട് ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ അധികം ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ലോവസ്റ്റ് പെയ്ഡ് അവർക്ക് സാലറി എങ്ങനെയാ, ശമ്പളം വളരെ കുറവായിരിക്കും അല്ലെ. ഈ എന്താ ക്ലീനിങ് ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ സാലറി ഒക്കെ കുറവായിരിക്കും അല്ലെ. അവർക്ക് ഉള്ള സാലറിയും കുറവായിരിക്കും. അതുപോലെ ആ ഒരു അവരുടെ ജോലിയിൽ അധികം എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എക്സ്പേർട്ട് അങ്ങനെയൊന്നും വേണ്ട. അവരെങ്ങനെയാ അവര് എക്സ്പേർട്ട് ആവുന്ന അതില് അവര് ചെയ്താണ്. അല്ലാതെ നമ്മള് ആ ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്നൊന്നും അവിടെ ഇല്ല. Must be well familiar with the housekeeping procedure by training and education. കണ്ടോ, അവർക്ക് എങ്ങനെയായാൽ മതി, അവർക്ക് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും അവർക്ക് വേണ്ട കാര്യങ്ങള് അല്ലേ, ഇതൊക്കെ അവർക്ക് ഒരു സെമിനാർ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർക്കൊരു എഡ്യൂക്കേഷനും അവർക്ക് ട്രെയിനിങ്ങും, ആ ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും ഒക്കെ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ അവർക്ക് എങ്ങനെയാ ഫെമിലിയർ ആയിരിക്കണം. അതായത് അവര് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് ജോലികൾ ചെയ്ത് അവര് അതില് എക്സ്പേർട്ട് ആവണത്. ക്ലിയർ ആയോ? അല്ലാതെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അതൊന്നും വേണമെന്നില്ല. 3 ലെവലുകൾ നോക്കി വെക്കുക കേട്ടോ. ഓർഗാനോഗ്രാം 3 ലെവലുകളായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. അദ്ദേഹം ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്ന ആളാണ്, ആ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്തിനുള്ള കഴിവ് വേണം? ഏബിൾ ടു ഫോം, കൺട്രോൾ, ഡെവലപ്പ് ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഹൗസ് കീപ്പിംഗ് സർവീസുകൾ രൂപീകരിക്കാനും നിയന്ത്രിക്കാനും ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് വേണം. പിന്നെ നെക്സ്റ്റ് ആണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ട്രെയിൻഡ് ആയിട്ടുള്ളത്, നല്ല ട്രെയിനിങ് കിട്ടിയ നല്ല പരിചയ സമ്പന്നരായിട്ടുള്ള ആളുകളായിരിക്കണം ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിൽ. അവർക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അവർക്ക്, അതിനുള്ളൊരു കഴിവ് വേണം. ലാസ്റ്റ് ഏറ്റവും താഴെ വരുന്നതാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. അണ്ടർലൈൻ ചെയ്തോട്ടോ, മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. അവരെങ്ങനെയാണ് ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും ഒക്കെ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിനെ കുറിച്ച് എന്താണ് അവർക്ക് എന്തെങ്കിലും അത് പരിചിതമായിരിക്കണം. ആ ട്രെയിനിങ് കിട്ടുമ്പോഴും അതുപോലെ അത് ചെയ്തുമാണ് അവര് അതില് എക്സ്പേർട്ട് ആവുന്നത് കേട്ടോ. കുറഞ്ഞ ശമ്പളവും അതുപോലെ തന്നെ പെയ്ഡ് ഇൻഎക്സ്പേർട്ട് അധികം എക്സ്പീരിയൻസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞേക്കുന്നത്. എഡ്യൂക്കേഷനിലൂടെയും ട്രെയിനിങ്ങിലൂടെയും ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ നന്നായിട്ട് ഫെമിലിയർ ആയിരിക്കണം, പരിചയമായിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അല്ലെങ്കിൽ എന്തിനുള്ളൊക്കെ സ്പേസ് വേണം നമ്മൾ ഹൗസ് കീപ്പിംഗ് ആ ഒരു സർവീസിന് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെ ഫെസിലിറ്റികളാണ് വേണ്ടത്? The following facility and space are needed for the housekeeping. ഹൗസ്കീപ്പിംഗിന് വേണ്ട സ്പേസ് അല്ലെങ്കിൽ ഫെസിലിറ്റികൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. ആദ്യം നോക്കിയേ, ഏറ്റവും ടോപ്പിൽ വന്നതല്ലേ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്ന ആളാണ് അല്ലെ. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്ന ആളാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്ത് വേണം? ഒരു ഓഫീസ് വേണം, ഒരു സ്പേസ് ഏരിയാസ് ആണ് പറയുന്നത്. ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. ഏരിയ നെക്സ്റ്റ് നോക്കി, ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. അവിടുത്തെ ക്ലറിക്കൽ വർക്കുകൾ ചെയ്യാനുള്ള ഏരിയ വേണം. ഡേ ടു ഡേ ടാസ്കുകൾ അവര് എല്ലാ ദിവസവും ചെയ്യുന്നത്, ഫോൺ കോളുകൾ ആൻസർ ചെയ്യുക, ഡേറ്റ സ്പ്രെഡ്ഷീറ്റിലേക്ക് കയറ്റുക തുടങ്ങിയ ആ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന ക്ലറിക്കൽ വർക്കുകൾ അത് ചെയ്യാനുള്ള ഏരിയ വേണം.
Office for the assistant executive housekeeper and the desk or office space for supervisor. ഉണ്ടോ? അടുത്തത് എന്താണ്? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് എന്ത് വേണം? ഓഫീസ് വേണം. അദ്ദേഹത്തിനും ഒരു ഓഫീസ് റൂം അവിടെ കൊടുക്കണം. ഓർ സ്പേസ് ഫോർ സൂപ്പർവൈസർ, അല്ലെങ്കിൽ സൂപ്പർവൈസർ അദ്ദേഹത്തിനുള്ള സ്പേസ്, ഓഫീസ് സ്പേസ് വേണം. Then it is desirable that the floor supervisor are physically located in their concerned area of supervision for the personnel under them work. ഇനി എന്താണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അവിടെ? It is desirable, അഭികാമ്യം. എങ്ങനെയാണ്? That the floor supervisor, ആ ഫ്ലോർ സൂപ്പർവൈസർ എവിടെ ആയിരിക്കണം? എന്താ പറയാ, ആ ഒരു കൺസേൺഡ് ഏരിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അടുത്ത് ചേർന്ന് ഉള്ള റൂമായിരിക്കണം അവർക്ക് കൊടുക്കാനായിട്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടുത്തെ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾ അവർക്കുടെ വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിനെ എപ്പോഴും ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ആ അവർക്കുള്ള ഏരിയകള് ഒരു സ്ഥലത്തും ഈ സൂപ്പർവൈസറിന് വേറെ സ്ഥലത്തും കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അവര് നോക്കാൻ പറ്റില്ല അല്ലെ. അവര് കറക്റ്റ് ആയിട്ടാണോ ചെയ്യണത്, ആ കാര്യങ്ങളൊക്കെ ഈ സൂപ്പർവൈസറിന് നേരിട്ട് എന്താ പറയാ കാണാനോ അല്ലെങ്കിൽ അത് അസസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് എവിടെ തന്നെയാണ്? അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏരിയ അല്ലെ, കൺസേൺ ഏരിയ ഓഫ് സൂപ്പർവിഷൻ. സൂപ്പർവിഷന് ഏറ്റവും അവര് സൂപ്പർവിഷൻ ചെയ്യുന്ന രീതിയിൽ അവരുടെ ആ വർക്ക് ഏരിയയോട് ചേർന്നുള്ള ഒരു ഓഫീസ് ആയിരിക്കണം അവിടെ നമ്മൾ സൂപ്പർവൈസറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. വേറൊന്നുമല്ല, അവരെ എപ്പോഴും ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, പേഴ്സണൽസ്, ആ ഹൗസ് കീപ്പിംഗ് പേഴ്സണൽസ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് അനുയോജ്യമായ രീതിയിൽ അവർക്കുടെ വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ ആയിരിക്കണം ഈ സൂപ്പർവൈസറിന്റെ ഓഫീസ് എന്ന് പറയുന്നത്. അടുത്തത് പോയിന്റ് ആണ് സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്. ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് റൂം വേണം. എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്? ഹൗസ് കീപ്പിംഗ് സർവീസിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ട അവിടെ? എന്തെങ്കിലും ഒന്നോ രണ്ടെണ്ണോ പേര് പറയാമോ? ഹൗസ് കീപ്പിങ്ങിന് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കണല്ലേ, ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നേ? ലോഷൻ, പിന്നെ മോപ്പ്, മോപ്പ് അല്ലെ, ബ്രൂംസ്, മോപ്പ്, ലൈസോള്, മെഷീൻസ്, ഫ്ലോർ മെഷീൻസ്. അപ്പൊ അങ്ങനെയുള്ള ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകൾ, അത് എക്യുപ്മെന്റ് ആണ്. ഒന്നാമത്തെ അടുത്തത് സപ്ലൈസ് എന്ന് പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ താഴെ പറയുന്നു കേട്ടോ. ഹൗസ് കീപ്പിംഗ് ഉപകരണങ്ങൾ വെക്കാനായിട്ടുള്ള, അതായത് അപ്പൊ അതിനകത്ത് ബ്രൂംസ് വരാം, ഈ നമ്മുടെ മോപ്പ് തുടയ്ക്കാനായിട്ടുള്ള മോപ്പ് വരാം, ചൂല് വരാം, പിന്നെ അതുപോലെ തന്നെ ഫ്ലോർ മെഷീൻ വരാം. അങ്ങനെയുള്ള കുറച്ച് എക്യുപ്മെന്റ്സുകൾ വെക്കാനുള്ള സ്റ്റോറേജ് റൂം വേണം. ബ്രഷ്, വെരി ഗുഡ്, ശരിയാ, ബ്രഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അടുത്ത പോയിന്റിൽ പറയേണ്ടത് ദ സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്. ഹൗസ് കീപ്പിംഗ് സപ്ലൈസ് അവിടെ നമുക്ക് പറയാം ഡിറ്റർജൻസ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ലോഷന്, സാനിറ്റൈസർ, ബ്ലീച്ച്, ഇതെല്ലാ സാധനങ്ങളും ഹൗസ് കീപ്പിംഗ് സപ്ലൈസിൽ വരാം. അപ്പൊ അതും ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്റ്റോറേജ് റൂം വേണം. ആദ്യത്തെ എക്യുപ്മെന്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് റൂം വേണം. രണ്ടാമത്തെ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്. അപ്പൊ അവിടെ നമുക്ക് ഈ ഡിറ്റർജൻസും സോപ്പും പിന്നെ അതുപോലെ ലൈസോള്, ഇപ്പൊ പറഞ്ഞില്ലേ നിങ്ങൾ കുറച്ചൊക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് അതിനുള്ള സ്പേസ് വേണം. ഇനി നെക്സ്റ്റ് പോയിന്റിൽ ഹൗസ് കീപ്പിംഗ് ജാനിറ്റേഴ്സ് closets on all the floor throughout the hospital equipped with the floor sink and space and shelves for housekeeping equipments, cart, bucket and supplies. Housekeeping janitor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് അല്ലെങ്കിൽ ക്ലോസറ്റ്സ് എന്ന് പറഞ്ഞ അലമാര കേട്ടോ. CLOSETS, ക്ലോസറ്റ്സ് എന്ന് പറഞ്ഞ അലമാര. ഇപ്പൊ ഹോസ്പിറ്റലില് എല്ലാ നിലകളിലും ഹൗസ് കീപ്പിംഗ് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ക്ലോസറ്റ്സുകള്, അലമാരകള്, ഫ്ലോർ സിങ്ക്, സ്പേസ്,
അതിന്റെ ഷെൽഫ്സ്, ഇതിനൊക്കെ ഉള്ള കാര്യങ്ങളും ഒക്കെ എല്ലാ ഇതിലും വേണം. അല്ലാതെ ഒരു ഫ്ലോറിൽ മാത്രം ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുത്താൽ നമുക്ക് അടുത്ത ഫ്ലോറ് അവിടെ ഉണ്ടാവും ഇഷ്ടംപോലെ റൂമുകൾ. അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നമ്മൾ തേർഡ് ഫ്ലോറിലേക്ക് എത്തിക്കേണ്ടി വരും. അപ്പൊ എല്ലാ ഫ്ലോറിലും അതിനുള്ള സൗകര്യങ്ങൾ വേണമെന്നാ പറഞ്ഞേക്കണേ. ഹോസ്പിറ്റലിലുടനീളമുള്ള എല്ലാ നിലകളിലും ഇങ്ങനെയുള്ള ഏതാണ് ഫ്ലോർ സിങ്കുകള്, അതിനുള്ള സ്പേസുകള്, ഷെൽഫ്സുകള്, ക്ലോസറ്റ്സ്, അലമാരകള്, ഇതെല്ലാം എക്യുപ്മെന്റ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇത് പറഞ്ഞുണ്ട് ഇതെല്ലാ കാര്യങ്ങളും വെക്കാനുള്ള ഇത് വേണം. ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്, കാർട്ട്, വണ്ടികള്, സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ട്രോളി പോലെയുള്ള വണ്ടികള്, ബക്കറ്റുകള്, സപ്ലൈകള്, ഇതൊക്കെ വെക്കാൻ എല്ലാ നിലകളിലും അതിനുള്ള ഫെസിലിറ്റി വേണം. ഇത്ര പറഞ്ഞേക്കണേ. അതായത് ഇപ്പൊ ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. എല്ലാ ഫ്ലോറിലും അതൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം. As a part of daily routine, supplies for daily use on the floors and the department should be delivered to their closets daily. അതാ പറഞ്ഞേ, എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഓരോ ഫ്ലോറിലേക്കും എത്തിക്കാനായിട്ട് എല്ലാ ഫ്ലോറിലും ഇങ്ങനെയുള്ള ഇത് വേണമെന്നാ പറഞ്ഞേക്കണേ. ആ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് നമ്മള് അവരുടെ ദിനചര്യയുടെ ഭാഗമായിട്ട്, ഈ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് എല്ലാ നിലകളിലും ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ഡെയിലി ആക്ടിവിറ്റീസിനുള്ള സാധനങ്ങള് അതാത് ഷെൽഫ്സുകളിൽ, അതാത് ക്ലോസറ്റ്സ്, അതായത് അലമാരകളില് അത് നേരിട്ട് എത്തിക്കണം ഓരോ ഫ്ലോറിലും. അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ പോരാ, എല്ലാ ഫ്ലോറിലും വേണം. ഓക്കെ, അതിനകത്ത് ജസ്റ്റ് ഏതൊക്കെ ഫെസിലിറ്റി ആണ് അല്ലെങ്കിൽ സ്പേസ് വേണ്ടതെന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഒന്നാമത്തെ എന്താ പറഞ്ഞ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം, ക്ലറിക്കൽ വർക്കുകൾ നടത്താനുള്ള ഏരിയ വേണം, പിന്നെ ഓഫീസ് നമ്മുടെ സൂപ്പർവൈസറിന് അല്ലെങ്കിൽ ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് അദ്ദേഹത്തിനുള്ള എന്ത് വേണം, ഒരു റൂം വേണം. പിന്നെ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകൾ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് റൂം വേണം. ഹൗസ് കീപ്പിംഗ് സപ്ലൈസ് സ്റ്റോർ ചെയ്യാനുള്ള റൂം വേണം. പിന്നെ എല്ലാ ഫ്ലോറിലും ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകള്, ബക്കറ്റ്, സപ്ലൈസ്, ഇങ്ങനെ എല്ലാം സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യണം, ഓരോ ഫ്ലോറുകളിലും അതായത് ഷെൽഫ്സുകൾ വേണം. ഇത് നമ്മൾ ഈസി ആയിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാ. അവരുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് എല്ലാ റൂമുകളും ക്ലീൻ ചെയ്യണം. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഫ്ലോറിൽ അങ്ങനെയുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ആ നിലകളിലേക്കുള്ള സാധനങ്ങൾ മുഴുവനും അവിടെ കീപ്പ് ചെയ്യാം. സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റികളും കൊണ്ട് കൂട്ടിയ എല്ലാ സാധനങ്ങളും കീപ്പ് ചെയ്യുന്ന ഒരു ഷെൽഫ്സ് വേണം. ഇത്രയാണ് അതിനകത്ത് ഉദ്ദേശിച്ചേക്കുന്നത്. നെക്സ്റ്റ് ആണ് ഫങ്ഷൻസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. The department is accountable for various tasks. നമ്മൾ പറഞ്ഞു ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് അവിടെ പല ടാസ്കുകളാണ് നടക്കുന്നത് അല്ലെ. The following are the some of the functions. എന്തൊക്കെയാണ് ഈ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ, അവരെന്തൊക്കെയാ ചെയ്യുന്നത്? ഫസ്റ്റ് ആണ് ഡെയിലി ക്ലീനിങ്, ദിവസവും ഉള്ള ക്ലീനിങ്, ദിവസേനയുള്ള ക്ലീനിങ്. എല്ലാ ദിവസവും ക്ലീൻ ചെയ്യൂലേ അല്ലേ? നമ്മളിപ്പോ അഡ്മിറ്റ് ആയി കഴിഞ്ഞാലും നമുക്കറിയാം എല്ലാ ദിവസവും റൂമുകൾ അടിച്ച് വാരി തുടയ്ക്കും, മറ്റുള്ള ഏരിയാസും എല്ലാരും അല്ലെ. അതൊക്കെ ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പൊ അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ, ഡെയിലി ക്ലീനിങ്, ഡെയിലി ക്ലീൻ ചെയ്യുക. രണ്ടാമത്തെയാണ് പീരിയോഡിക് ക്ലീനിങ്. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യുന്നതല്ല, ഇടയ്ക്കിടയ്ക്കുള്ള ക്ലീനിങ് ആണ് കേട്ടോ പീരിയോഡിക് ക്ലീനിങ്. ആ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. പിന്നെ അടുത്താണ് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. ട്രാഷ് എന്ന് പറഞ്ഞ എന്താ, ചവിറ്റുകുട്ടകള് ആൻഡ് ഗാർബേജ്, വേസ്റ്റുകളൊക്കെ, മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക. ദെൻ ഡിസ്ചാർജ് ക്ലീനിങ്, അത് കഴിഞ്ഞ് പേഷ്യന്റ് ഡിസ്ചാർജ് ആയി ചെയ്യുന്ന കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള ക്ലീനിങ് ആണ് ഡിസ്ചാർജ് ക്ലീനിങ് വരുന്നുണ്ട്. പിന്നെ എക്സ്റ്റർമിനേഷൻ ബഗ്സ് ആൻഡ് പെസ്റ്റ്, കീടങ്ങളെയും പ്രാണികളെയൊക്കെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുക. Then preventing spread of infection and ensuring control for good patient care. Infection spread ചെയ്യുന്നത് തടയുക എന്നുള്ളത്. Then watering indoor plants, ഇൻഡോർ പ്ലാന്റ്സുകൾ നനയ്ക്കുക. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം കേട്ടോ.
ഫസ്റ്റത്തെയാണ് ഡെയിലി ക്ലീനിങ് എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ അറിയാലോ, എല്ലാ ദിവസവും ചെയ്യുന്ന ക്ലീനിങ് ആണ് നമ്മൾ ഡെയിലി ക്ലീനിങ് എന്ന് പറയുന്നത്. ദിസ് കൺസിസ്റ്റ് ഓഫ്, അപ്പൊ ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നത് ഏതൊക്കെ അങ്ങനെ ചോദിക്കാം കേട്ടോ. കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് അവര് ഡെയിലി ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തിയേക്കണേ? സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ്, തറകളൊക്കെ എന്ത് ചെയ്യുക, തൂത്തുവാരി തുടയ്ക്കുക. അത് ഡെയിലി ചെയ്യുന്നതാണ്. സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ്, തറകള് തൂത്തുവാരി തുടയ്ക്കുക. ഓക്കെ, അടിച്ചു വാരി തുടയ്ക്കുക, മോപ്പ് ചെയ്യുക, തുടയ്ക്കുക. Then dusting, പൊടികളൊക്കെ തട്ടുക. Then dusting, dusting furnitures, ആ കോമ അവിടെ വേണ്ട കേട്ടോ. Dusting furnitures, ഫർണിച്ചറുകളിലൊക്കെ ഉള്ള പൊടികളൊക്കെ എന്ത് ചെയ്യുക, തുടയ്ക്കുക. പിന്നെ ക്ലീനിങ് ഫിക്സർ വാൾസ്, ഫിക്സർ വാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭിത്തിയില് ഉറപ്പിച്ച് ഇരിക്കുന്ന ഈ ഇതൊക്കെ ഇല്ലേ, അതെല്ലാരും എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ക്ലീനിങ് ഫിക്സർ വാൾസ്, വാളില് ഫിക്സ് ചെയ്തിരിക്കുന്നതൊക്കെ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ദെൻ അടുത്ത് നോക്കിയേ, സീലിംഗ്, സീലിംഗ് അതുപോലെ പിന്നെ പറഞ്ഞേക്കണാണ് നമ്മുടെ സീലിംഗിലെ മുകളിലൊക്കെ എന്താണ് തുടച്ച് വൃത്തിയാക്കുക. വിൻഡോസ് ആൻഡ് ബാത്റൂം, ഇതെല്ലാം ക്ലീനിങ് ആട്ടോ. അതാണ് അവിടെ കോമിട്ട് അങ്ങോട്ട് തന്നേക്കണം. അപ്പൊ ക്ലീനിങ് എല്ലാത്തിലും നമുക്ക് അവിടെ ചേർക്കാം. ക്ലീനിങ് ഫിക്സർ വാൾസ്, മുകളിലുള്ള ഭിത്തികള് എന്താണ് തുടച്ചിക്കുക. സീലിംഗ്, ക്ലീനിങ് സീലിംഗ്, സീലിംഗുകൾ തുടയ്ക്കുക. വിൻഡോസ് ആൻഡ് ബാത്റൂംസ്, ഇതൊക്കെ ക്ലീൻ ചെയ്യുക. എംപ്റ്റി ട്രാഷ് ആൻഡ് defrosting refrigerator in nursing station. എംപ്റ്റി ട്രാഷ് എന്ന് പറഞ്ഞാൽ ചവറ്റുകുട്ടകളൊക്കെ എന്ത് ചെയ്യുക, എംപ്റ്റി ആക്കുക, കാലിയാക്കുക. നിങ്ങൾക്കറിയാം, അടിച്ചു വാരാനൊക്കെ വരുമ്പോൾ അവര് ആ വേസ്റ്റും കൂടി ഒപ്പം എടുത്ത് കളക്ട് ചെയ്യൂലേ, അല്ലെ? ചവറ്റുകുട്ട വേസ്റ്റ് ബാസ്ക്കറ്റും അതിനകത്തുള്ള സാധനങ്ങളും ഒക്കെ മാറ്റും, അല്ലെ? അത് അങ്ങനെ അതൊക്കെ ചെയ്യുക. പിന്നെ അടുത്തത് ഡീഫോസ്റ്റിംഗ്. ഡീഫോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ തുടച്ച് വൃത്തിയാക്കാന്നുള്ളത്. നേഴ്സിംഗ് സ്റ്റേഷനിലെ റെഫ്രിജറേറ്റർ അതൊക്കെ എന്ത് ചെയ്യുക, തൂത്ത് വൃത്തിയാക്കുക. ഇതെല്ലാനും എന്താണ് ഈ ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നതാണ്. അപ്പൊ പേരുകൾ മാത്രം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, this consists of sweeping and mopping floor, തറകള് തൂത്തുവാരി തുടയ്ക്കുക. ഡസ്റ്റിംഗ് ഫർണിച്ചേഴ്സ്, ഫർണിച്ചറൊക്കെ പൊടി തട്ടുക. ഇനി ക്ലീനിങ് ആണ്. ഇടയ്ക്ക് നമ്മുടെ മുകളിലുള്ള ഫിക്സർ വാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭിത്തിയില് ഉറപ്പിച്ചിരിക്കുന്ന അവിടെ പിടിപ്പിച്ചു വെച്ചേക്കുന്നതൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളതൊക്കെ ക്ലീൻ ചെയ്യുക. പിന്നെ സീലിംഗ് ക്ലീൻ ചെയ്യുക. വിൻഡോസ് ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യുക. ചവറ്റുകുട്ടകളൊക്കെ കാലിയാക്കുക. പിന്നെ നഴ്സിംഗ് സ്റ്റേഷനിൽ റെഫ്രിജറേറ്ററുകൾ തുടയ്ക്കുക. കിട്ടിയോ? ഡെയിലി ക്ലീനിങ്ങിൽ വന്ന ഏതൊക്കെയാന്ന്? ഓക്കെ, ഓക്കെ അല്ലേ? ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നത് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തതാണ് പീരിയോഡിക്. അതെന്താ പറഞ്ഞത് നമ്മള്? പീരിയോഡിക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്, എല്ലാ ദിവസവും ചെയ്യണതല്ല കേട്ടോ. അതിനകത്ത് വന്നേരിക്കുക. ദിസ് ഇൻക്ലൂഡ്സ് വാഷിംഗ് വിൻഡോസ്, ജനലുകള് വാഷ് ചെയ്യുക. നമ്മള് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ജനൽ തുടയ്ക്കാറുണ്ട് ആരെങ്കിലും? എല്ലാ ദിവസവും വീട് അടിച്ചു വാരി തുടയ്ക്കും. ഇപ്പൊ തുടച്ചില്ലെങ്കിൽ എല്ലാ ദിവസവും വീട് അടിച്ചു വാരും നമ്മൾ, അല്ലെ? അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യണതാ. ഈ ജനലൊക്കെ എല്ലാ ദിവസവും തുടയ്ക്കാറൊന്നുണ്ടോ? ഇല്ല അല്ലെ? നമ്മൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പീരിയോഡിക് ക്ലീനിങ്ങൾ വരുന്നതാണ്. വാഷിംഗ് വിൻഡോ, വിൻഡോ വാഷ് ചെയ്യുക. വാക്സിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ സാധാരണ വെറുതെ തുടച്ചു പോകുകയല്ല, കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ആട്ടോ വാക്സിംഗ് ഫ്ലോർ എന്ന് പറയുന്നത്. ഡീപ്പ് ക്ലീനിങ് ആണ് വാക്സിംഗ് ഫ്ലോർ. വാക്സിംഗ് ഫ്ലോർ. ഓക്കെ, അടുത്ത നോക്കിയ ക്ലീനിങ് കാർപ്പറ്റ്സ്. ഒരുമിച്ച് എഴുതാം കേട്ടോ. ഇവിടെ ഓർമ്മയുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെയാന്ന് നോക്കുക കേട്ടോ. ക്ലീനിങ് കാർപ്പറ്റ്സ്, കാർപ്പറ്റുകള് ചവിട്ടികളൊക്കെ ക്ലീൻ ചെയ്യുക. നമ്മളിപ്പോ എല്ലാ ദിവസവും എടുത്ത് ചവിട്ടിയൊക്കെ എടുത്ത് കഴുകാറുണ്ടോ? അത് നമ്മളും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണേ അല്ലെ? ഹോസ്പിറ്റലിലോ അത് ഇടയ്ക്കിടയ്ക്കാണ് ചവിട്ടിയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത ഡസ്റ്റിംഗ് ഹൈ സീലിംഗ്. ഹൈ സീലിംഗ്
ഉയർന്ന സ്പർശന പ്രതലങ്ങൾ അല്ലെങ്കിൽ മുകളിലൊക്കെ നമ്മൾ പൊടി തട്ടുക. ആൻഡ് ചേഞ്ചിങ് ഡ്രൈപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തുണിത്തരങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അതൊക്കെ പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്ന. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കിയോട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പീരിയോഡിക് ക്ലീനിങ് അങ്ങനെ ചോദിക്കാം. വിൻഡോസ് വാഷ് ചെയ്യുക, ഫ്ലോറുകള് വാക്സിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് ആണ്. സാധാരണ വെറുതെ തുടക്കിയല്ല, കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള ക്ലീനിങ്. പിന്നെ ക്ലീനിങ് കാർപ്പറ്റ്, ചവിട്ടികള് ഒക്കെ ക്ലീൻ ചെയ്യുക. ഹൈ സ്കീലിംഗ് ഒക്കെ പൊടി തട്ടുക. ഡ്രൈപ്പറീസ് തുണിത്തരങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. അടുത്തതാണ് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. ട്രാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ചവറ്റുകുട്ടകള്, വേസ്റ്റ് ബാസ്കറ്റ്, അതുപോലെ തന്നെ മാലിന്യങ്ങൾ, ഗാർബേജ് ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഫംഗ്ഷൻ ആണ്. This includes collecting trash and garbage from various points within the hospital and move them to incinerator dumpsters, a very large container for rubbish. അതായത് ഇൻസിനറേറ്റർ എന്ന് പറയുക കത്തിച്ച് കളയുക എന്നുള്ളത്. അപ്പൊ ഈ ഹോസ്പിറ്റലിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്ന ചവറ്റുകുട്ടകളിൽ നിന്ന് കളക്ട് ചെയ്ത പേപ്പറുകൾ അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ മാലിന്യങ്ങള്, ഇതൊക്കെ എങ്ങോട്ടേക്ക് മാറ്റും? ഇൻസിനറേറ്റർ എന്നുവെച്ചാൽ ഇത് കത്തിച്ച് കളയുന്ന ഒരു ഇതാട്ടോ. വെരി ലാർജ് കണ്ടെയ്നർ കണ്ടോ, വലിയ കണ്ടെയ്നറാ പറഞ്ഞേക്കുന്നത്. ഈ റുബിഷ് എന്ന് പറഞ്ഞാൽ ചവറ്റുകുട്ട അല്ലെങ്കിൽ എന്താണ് പക്കൂനാന്നൊക്കെ. അപ്പൊ അതങ്ങനെ വലിയൊരു കണ്ടെയ്നറിലേക്ക് അതെല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്യാണ്. ഡംസ്റ്റർ കേട്ടോ, ഇൻസിനറേറ്റർ ഡംസ്റ്റർ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കളക്ട് ചെയ്തിട്ട് അത് കുറച്ചാകുമ്പോൾ ഒരുമിച്ചാണ് അത് കത്തിച്ച് കളയുന്നത് കേട്ടോ. അതാണ്. അതായത് വലിയൊരു കണ്ടെയ്നർ പോലെയാ. അതിലേക്ക് എല്ലാം കൂടി പേപ്പറുകളൊക്കെ ആണെങ്കിലും കളക്ട് ചെയ്തിട്ട് ഈ ഇങ്ങനെ ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ ഇടും. എന്നിട്ട് ഒരുമിച്ചാണ് അത് എന്ത് ചെയ്യുന്നത്? കത്തിച്ച് കളയുന്നത്. അപ്പൊ ഇതും ഏതാണ്? ഈ വേസ്റ്റ് കുട്ടകള്, പിന്നെ അതുപോലെ തന്നെ മാലിന്യങ്ങള്, ഇതെല്ലാം റിമൂവ് ചെയ്യുക എന്നുള്ളതും ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ പ്രവർത്തനങ്ങളാണ്. അടുത്തതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയാം. This include cleaning the patient room after discharge, transfer of a patient and make it ready for another patient. ഉണ്ടോ? നിങ്ങൾക്ക് അറിയാം ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ അടുത്ത ആളുകൾ വരുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ആ റൂം നല്ല ഡീപ്പ് ക്ലീനിങ് അല്ലെ. ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സമയം എടുത്ത് ചെയ്യണ തന്നെയല്ലേ. എല്ലാ ദിവസവും തുടച്ചു പോകണമല്ലോ അല്ലല്ലോ അല്ലെ. എല്ലാ ബെഡ്ഷീറ്റും ഇതെല്ലാം മാറ്റി ഫുള്ള് നമ്മള് ക്ലീൻ ചെയ്യാണ്. എന്നിട്ട് അടുത്ത ഒരാൾക്ക് അത് എന്താ പറയാ ഉപയോഗിക്കാൻ പാകത്തിന് റെഡിയാക്കി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. This include cleaning the patient room after discharge. കണ്ടോ, ഡിസ്ചാർജിന് ശേഷം ആ ഒരു പേഷ്യന്റിന്റെ റൂം ക്ലീൻ ചെയ്യുന്നതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ് ആൻഡ് മേക്ക് ഇറ്റ് റെഡി ഫോർ അനദർ പേഷ്യന്റ്. അതായത് ആ പേഷ്യന്റ് പോയി അടുത്ത ആൾക്ക് കിടക്കാൻ പാകത്തിന് ആ റൂം റെഡി ആക്കും. ക്ലിയർ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. അടുത്തതാണ് എക്സ്റ്റർമിനേഷൻ ബഗ്സ് ആൻഡ് പെസ്റ്റ്. ബഗ്സുകളെയും പെസ്റ്റ് കീടങ്ങളെയും ചെറു പ്രാണികളെയൊക്കെ നശിപ്പിക്കുക, ഉന്മൂലനം ചെയ്യുക എന്നാട്ടോ എക്സ്റ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ. എക്സ്റ്റർമിനേഷൻ ബഗ്സ് ആൻഡ് പെസ്റ്റ്, ബഗ് കീടങ്ങളെയും ചെറിയ പ്രാണികളെയൊക്കെ നശിപ്പിക്കുക. അടുത്തത് നോക്കിയേ, അതിനകത്ത് വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല. അടുത്ത് നോക്കിയേ, പ്രിവെന്റിങ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുക. ഇതൊരു ഫംഗ്ഷൻ ആണ്. അതല്ലേ നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നത്. അതൊക്കെ ക്ലീൻ ചെയ്യാതെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാം. ഒരു ഇതാണ് ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞേക്കാണ്. ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്, പകരുന്നത് തടയുക. ആൻഡ് എൻഷുറിങ് ഉറപ്പുവരുത്തുക ഇൻ ദ കണ്ടീഷൻ ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ. ഇതാണ് നല്ലൊരു രോഗി പരിചരണ കണ്ടീഷൻ ഉറപ്പുവരുത്തുക. ആൻഡ് എൻഷുറിങ് കണ്ടീഷൻസ് ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ. നല്ല രോഗി പരിചരണത്തിനായിട്ടുള്ള കണ്ടീഷൻസ് എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. Then അടുത്തൊരു പോയിന്റ്, വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ്. ഇൻഡോർ പ്ലാന്റ്സ് ചെടികളൊക്കെ നനയ്ക്കുക. ക്ലിയർ ആണോ നോക്കിയത്? പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. ക്ലീനിങ്
functions ആണ് ട്ടോ. Daily cleaning, periodic cleaning, trash and garbage removal, discharge cleaning, extermination bugs and pests, preventing spread of infection and ensuring good condition for the patient for good patient care, then watering indoor plants. Clear ആണോ നോക്കി? ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലാതെ ചെറിയ ചാപ്റ്റർ ആണ്, നമുക്ക് ഡെയിലി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി അടുത്തത് രണ്ട് ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ് സർവീസിൽ നമുക്ക് രണ്ട് ടൈപ്പ് പറയാം. ഇൻ ഹൗസ് സർവീസ് പേരിൽ നിന്ന് തന്നെ അറിയാം ട്ടോ. ഇൻ ഹൗസ് സർവീസും ഔട്ട്സോഴ്സിംഗ് സർവീസും, അല്ലെങ്കിൽ ഇൻസോഴ്സിംഗ് സർവീസും ഔട്ട്സോഴ്സിംഗ് സർവീസും രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഇൻ ഹൗസ് സർവീസ് അല്ലെങ്കിൽ ഇൻസോഴ്സിംഗ് സർവീസ്. ആ പേരെന്താ പറയുന്നത്? അതായത് നമ്മുടെ ഹോസ്പിറ്റലില് നിലവിലുള്ള എംപ്ലോയീസ് ഇല്ലേ, തൊഴിലാളികള്, നിലവിലുള്ള ജോലിക്കാരെ ജോലി ഏൽപ്പിക്കുന്നതാണ് ഇൻ ഹൗസ് സർവീസ് എന്ന് പറയുന്നത്. നിലവിലുള്ള ജോലിക്കാരെ ജോലി ഏൽപ്പിക്കുന്നതാണ്. ക്ലീനിങ് ജോലികള്, അതിന് അവിടെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്, നിലവിലുള്ള ജോലിക്കാരെ ഏൽപ്പിക്കുന്നതാണ് ഇൻ ഹൗസ് സർവീസ്. ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇങ്ങനെയുള്ള ഹൗസ് കീപ്പിംഗ് ജോലികൾ ചെയ്യാനായിട്ട് പുറമെ ഒരു കരാറൊക്കെ കൊടുത്തോ, അല്ലെങ്കിൽ പുറമെ ഉള്ള ഒരു വേറൊരു കമ്പനിയൊക്കെ ആശ്രയിക്കുന്നതിനാണ്. അത് പുറത്തു നിന്ന് നമ്മളൊരു കോൺട്രാക്ടർ കൊടുത്ത പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് ചെയ്യുന്നതാണ് ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. അവിടെ ഒരു സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇൻസോഴ്സിംഗ് or in-house service എന്തായാലും കുഴപ്പമില്ല. ഇൻസോഴ്സിംഗ് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇൻസോഴ്സിംഗ് is the practice of assigning assigning work to existing employee. Existing employee, EXISTING. ഒരെണ്ണം എഴുതി വെച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് അറിയാം. എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. അപ്പൊ എന്താ? നിലവിലുള്ള ജോലിക്കാരെ ജോലി ഏൽപ്പിക്കുന്നതാണ് ഇൻസോഴ്സ് സർവീസ് എന്ന് പറയുന്നത്. ഇൻസോഴ്സിംഗ് സർവീസസ്. ഇൻസോഴ്സിംഗ് ഇസ് എ പ്രാക്ടീസ് ഓഫ് അസൈനിങ് വർക്ക് ടു എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. ക്ലിയർ അല്ലേ? നിലവിലുള്ള എംപ്ലോയീസ്, അവിടെ ഇപ്പൊ ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസുകള് അവിടെയുള്ള എംപ്ലോയീസ് തന്നെ, അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതാണ് ഇൻ ഹൗസ് സർവീസ്. എന്നാൽ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പുറമെ നമ്മളൊരു കരാറ് കൊടുത്തോ, അല്ലെങ്കിൽ പുറമെ ഒരു കമ്പനിക്ക് ഒക്കെ കൊടുത്ത് അവരെ പുറമേ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ചെയ്യുന്നതാണ് ഔട്ട്സോഴ്സിംഗ് സർവീസ്. ഔട്ട്സോഴ്സിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് ഹിയറിംഗ് ആൻഡ് outside company or contractor to perform work. ഔട്ട്സൈഡ് കമ്പനിനെയോ അല്ലെങ്കിൽ കോൺട്രാക്ടറിനെയോ ഒക്കെ അവർക്ക് വർക്ക് അറ്റൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് ഇത് ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. ജോലി ചെയ്യാനായിട്ട് പുറം കമ്പനിയെയോ അല്ലെങ്കിൽ കരാറുകാരെയൊക്കെ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ നിയമിക്കുന്നതാണ് ഔട്ട്സോഴ്സിംഗ്. ഒന്ന് എഴുതി വെച്ചാൽ മതി, ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അവിടെ ഒരു ടേബിൾ ആണ്, ഇതിനൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതിനകത്ത് ഫസ്റ്റ് ആ കോളത്തിലെ ഇലമെന്റ്സ് ആണ്, ഘടകങ്ങളാണ് തന്നേക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ നോക്കി ഇൻഹൗസ് സർവീസും ഔട്ട്സോഴ്സ് സർവീസ്. ആ ഒരു ഡിഫറൻസ് ആണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഓരോ ഇതിലും ഇൻഹൗസ് സർവീസ്, ഔട്ട്സോഴ്സ് സർവീസ്, അതിന്റെ ഡിഫറൻസ് നമുക്ക് ആ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഒന്നാമത്തെ നമ്പർ, ആളുകളുടെ എണ്ണാട്ടോ പറയുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഹൗസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലില് ഉള്ളിലുള്ള അല്ലെങ്കിൽ നിലവില് അവിടെയുള്ള എംപ്ലോയീസിനെയാണ് ഹൗസ് കീപ്പിംഗ് സർവീസ് അല്ലെങ്കിൽ ആ വർക്ക് ഏൽപ്പിക്കുന്നത് അല്ലെ. അവര് തന്നെ ചെയ്യുന്നതാണ്, വേറെ പുറം കോൺട്രാക്ടർ ഒന്നും കൊടുക്കുന്നില്ല ക്ലീനിങ്ങിനൊന്നും. അപ്പൊ നോക്കിയേ നമ്പർ എങ്ങനെയായിരിക്കും? ഇൻഹൗസ് സർവീസില് നമ്പർ എങ്ങനെയായിരിക്കും?
ഫിക്സ്ഡ് ഒരു സ്ഥിരമായിട്ടായിരിക്കും ആസ് പെർ ഓതറൈസേഷൻ അല്ലെ. അംഗീകാരം അനുസരിച്ച് നമുക്ക് അവിടെ നമ്പർ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ അതോറിറ്റി അല്ലെങ്കിൽ ഓതറൈസേഷൻ അനുസരിച്ച് ഫിക്സ്ഡ് ആയിരിക്കും. ഇത്ര എണ്ണം ആളുകള് എല്ലാ ദിവസവും അത്രയും പേരായിരിക്കും. ദെൻ ഔട്ട്സോഴ്സ് സർവീസ് ആണെങ്കിലോ നമ്പർ എങ്ങനെയായിരിക്കും? ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. എങ്ങനെയാ വ്യത്യാസപ്പെട്ടിരിക്കും? വർക്ക് ലോഡ് അനുസരിച്ച് നമ്പർ വ്യത്യാസപ്പെട്ടിരിക്കും. വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ കുറെ ആ കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീരുമാനിക്കാം എത്ര എംപ്ലോയീസ് വരണം അല്ലെങ്കിൽ എത്ര എംപ്ലോയീസ് വേണം എന്നുള്ളത് അല്ലെ. അവിടെ എന്താ വ്യത്യാസപ്പെട്ടിരിക്കും? വർക്ക് ലോഡ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കുറച്ച് വർക്ക് ഉള്ളെങ്കിൽ 1-2 പേര് മതിയാവും. എന്നാൽ കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എംപ്ലോയീസ് വേണം. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഫിക്സ്ഡ് വർക്കേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഇൻഹൗസില് ഫിക്സ്ഡ് ആയിരിക്കും, എന്നാൽ ഔട്ട്സോഴ്സ് സർവീസിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അടുത്തത് കൺട്രോൾ എങ്ങനെയാ? ഇനി നിയന്ത്രണം എങ്ങനെയാണ്? അവർക്കടെ ആ എംപ്ലോയീസിന്റെ നിയന്ത്രണം എങ്ങനെയാണ്? ഡയറക്റ്റ് കൺട്രോൾ. ആ സ്റ്റാഫുകളുടെ നിയന്ത്രണം നേരിട്ടായിരിക്കും. അതായത് ഹോസ്പിറ്റലിന്റെ നേരിട്ടുള്ള നിയന്ത്രണമായിരിക്കും അല്ലെ. നമ്മുടെ സ്റ്റാഫുകൾ തന്നെയല്ലേ, അല്ലെങ്കിൽ ഇത്രയും പേരെ 10 പേരെ ഹൗസ് കീപ്പിംഗ് സർവീസിലേക്ക് ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ട്. അവര് തന്നെയാണ് എല്ലാ ദിവസവും ക്ലീനിങ് വർക്ക് ചെയ്യണേ അല്ലെ. അപ്പൊ അവർക്കുടെ കൺട്രോൾ ആരായിരിക്കും? ഡയറക്റ്റ് കൺട്രോൾ ആണ്. ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ നേരിട്ടുള്ള കൺട്രോൾ തന്നെയാണ് അല്ലെ. അതാണ് ഡയറക്റ്റ് കൺട്രോൾ. ഇവിടെ നോക്കിയേ, ഔട്ട്സോഴ്സ് സർവീസിലെ കൺട്രോൾ എങ്ങനെയാണ്? ത്രൂ കോൺട്രാക്ടർ. ആ കോൺട്രാക്ടർ ആണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. കോൺട്രാക്ടർ ആണ് ഇപ്പൊ ഒരു 5 പേരെ ജോലിക്ക് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ അവർക്കുടെ കൺട്രോൾ ആർക്കടെയാ? ഹോസ്പിറ്റലിനല്ല, ആ കോൺട്രാക്ടറിന്റെ മേൽനോട്ടത്തിലായിരിക്കും. ത്രൂ കോൺട്രാക്ടർ വഴിയായിരിക്കും കൺട്രോള്. അടുത്തത് ഡിസിപ്ലിൻ. അച്ചടക്കം എങ്ങനെയാണ്? ഡിസിപ്ലിൻ ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. എങ്ങനെയാണ്? നീണ്ട ഭരണ പ്രക്രിയയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതായത് ആ ഹോസ്പിറ്റലിന് കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള ഇതായിരിക്കും. ഒരു നീണ്ട ഒരു ഭരണ ഘടന പ്രക്രിയ ആയിരിക്കും. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇനി നമ്മള് ഈ ഔട്ട്സോഴ്സ് സർവീസിന്റെ സ്റ്റാഫുകളുടെയൊക്കെ ഡിസിപ്ലിൻ എങ്ങനെയാ? ആർക്കിടെ ആയിരിക്കും? റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ. ആ കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും അല്ലെ. അയാളല്ലേ കൺട്രോൾ ചെയ്യണേ. ആ കോൺട്രാക്ടർ ആണ് അവർക്കുടെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവർക്കുടെ നിയന്ത്രണം അല്ലെങ്കിൽ അവർക്കുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ, ഈ കോൺട്രാക്ടറിന്റെ ഇതില് നിയന്ത്രണത്തിലായിരിക്കും അവർക്കുടെ. ഇനി അടുത്ത് നോക്കിയേ, കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്. സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി, തുടർച്ച. ഇങ്ങനെയാ assures hence standard of service can be more stable. അതെങ്ങനെയാ? ആ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ അത് ഉറപ്പ് നൽകുന്നു. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾ തന്നെയാണ് ഹോസ്പിറ്റലില് ഓൾറെഡി അവിടെയുള്ള സ്റ്റാഫുകൾ തന്നെയാണ്. അപ്പൊ ക്വാളിറ്റി എന്താ? ഉറപ്പ് നൽകുന്നു. അതുപോലെ നോക്കിയേ, സർവീസ് ക്യാൻ ആൻഡ് ഹെൻസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ്. സർവീസിന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയായിരിക്കും? ക്യാൻ ബി മോർ സ്റ്റേബിൾ. കൂടുതൽ എന്താ പറയാ, സ്റ്റേബിൾ ആക്കി, സ്ഥിരം. എല്ലാ ദിവസവും ആ എംപ്ലോയീസ് തന്നെയല്ലേ ചെയ്യണേ, അല്ലെങ്കിൽ ആ സ്റ്റാഫുകൾ തന്നെയല്ലേ അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എങ്ങനെയാ ക്വാളിറ്റി എങ്ങനെയായിരിക്കും? സ്റ്റേബിൾ അല്ലേ, സ്ഥിരമായതല്ലേ. ഞാൻ എല്ലാ ദിവസവും എനിക്കതാണ് ക്ലീനിങ് ഒരു സെക്ഷൻ എനിക്ക് തന്നേക്കാം. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഒരുപോലെ തന്നെയായിരിക്കും അല്ലേ. ഞാൻ ചെയ്യുന്ന ജോലി എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന് ഇത് തന്നെയാണ്. അപ്പൊ ക്വാളിറ്റിക്കും അതുപോലെ എന്തുണ്ട്? ഉറപ്പുണ്ട്. ഇനി നോക്കി, ഔട്ട്സോഴ്സ് സർവീസിലാണെങ്കിൽ സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാ? സ്റ്റാഫ് ക്യാൻ കീപ്പ് ഓൺ ചേഞ്ചിങ്. സ്റ്റാഫുകൾ വ്യത്യാസപ്പെടാൻ പാടില്ലേ. ഈ പ്രാവശ്യം ജോലിക്ക് വന്ന ആളുകളായിരിക്കുമോ അടുത്ത പ്രാവശ്യം വന്നത്? കോൺട്രാക്ടറിന്റെ ബേസിൽ വ്യത്യാസപ്പെടാം അല്ലെ. ഈ ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും ഓരോ ആളുകൾ വന്നൊന്നുമില്ല അല്ലെ. അപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ആളുകളാണല്ലോ. അല്ലെ ആ കോൺട്രാക്ടറിന്റെ കീഴിൽ ഒരു 20 പേരെ ഉണ്ടെങ്കിൽ ഒരു 5 പേരെ ഇങ്ങോട്ടേക്ക് വിടുമായിരിക്കും. ഇനി ആ 5 പേരാവണമെന്നില്ല അടുത്ത പ്രാവശ്യം ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അതെപ്പോഴും എങ്ങനെയാണ്? വ്യത്യാസപ്പെടാം. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് വേരി.
കണ്ടോ? ആ സർവീസിന്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസപ്പെടാൻ പാടില്ലേ? നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആളുകളാണ് ആദ്യത്തെ 5 പ്രാവശ്യം വന്നതെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും. അവർ ചെയ്യുന്ന സർവീസിന്റെ സ്റ്റാൻഡേർഡ് നല്ലതായിരിക്കും, നല്ല ക്വാളിറ്റിയിലായിരിക്കും ചെയ്യുന്നത്. എന്നാൽ അടുത്ത പ്രാവശ്യം തന്നെ 5 പേര് ഇച്ചിരി ഉഴപ്പന്മാരാണെങ്കിലോ അതേ ക്വാളിറ്റി ഉണ്ടാവോ? ക്വാളിറ്റി ഉണ്ടാവോ? എന്തെങ്കിലുമൊക്കെ കാണിച്ചു കിട്ടും അല്ലേ? അപ്പൊ സർവീസിന്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസപ്പെടാം. കണ്ടോ? ആളുകളെ അനുസരിച്ച് വ്യത്യാസപ്പെടാം. എന്നാൽ ഇൻഹൗസ് സർവീസിലാണെങ്കിലോ എന്നും ഒരേ ആളുകളാണ്, ഹോസ്പിറ്റലിലെ സ്ഥിരം സ്റ്റാഫുകളാണ്. അപ്പൊ ക്വാളിറ്റി അവിടെ ഉറപ്പുണ്ട്, അത് വ്യത്യാസം വരില്ല, എന്നും ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഔട്ട്സോഴ്സ് ആണെങ്കിലോ അവിടെ എന്ന് വെച്ചാൽ ഈ സ്റ്റാഫുകൾ തന്നെ വ്യത്യാസപ്പെടാം. അപ്പൊ അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസും വ്യത്യാസപ്പെടാം. നേരി അടുത്ത ലീവ് ഓർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്. ലീവ് അല്ലെങ്കിൽ സ്റ്റാഫിന്റെ അവൈലബിലിറ്റി എങ്ങനെയാ? നോ ലീവ് റിലീഫ്. ലീവ് റിലീഫ് ഇല്ല. അതായത് അവർക്ക് മന്ത്ലി ഇപ്പൊ 2 ലീവ് ഉള്ളെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അല്ലേ? ലീവ് റിലീഫ് അവർക്കില്ല. ആവശ്യാനുസരണം ഇഷ്ടം പോലെ ലീവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. അവർക്ക് സാലറി ബേസിൽ ആണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്താ പറയാ, ആ ഒരു വേറെ അനാവശ്യമായിട്ടുള്ള ലീവോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതൊന്നും ഇല്ല. Then ഇവിടെ നോക്കിയേ, contractor provide the leave relief if so specified in the TORS, terms of reference. ഇവിടെ എന്താ, കരാറുകാരനെ ബേസ് ചെയ്തിരിക്കും. അവരാണ് ലീവ് റിലീഫ് കൊടുക്കുന്നത്, അവധി കൊടുക്കുന്നത്. കരാറുകാരന് അവധി ഇളവ് നൽകാം അല്ലെ? നമുക്ക് എന്തെങ്കിലും വയ്യ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇതിലാണെങ്കിൽ ആ കോൺട്രാക്ടർ പ്രൊവൈഡ് ചെയ്യും. ഉത്തരവാദിത്തം ആ കോൺട്രാക്ടറിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും. അപ്പൊ അവിടെ കുറച്ചും കൂടി ലീവ് റിലീഫ് ഉണ്ട്. കോൺട്രാക്ടർ പ്രൊവൈഡ്സ് ലീവ് റിലീഫ് if so specified in the terms of reference. Then അടുത്ത ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ, ജോലിയുടെ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? ആസ് ലെയ്ഡ് ഡൗൺ ബൈ അതോറിറ്റീസ് അല്ലെ? അതോറിറ്റീസിന്റെ ബേസ് ചെയ്തിട്ടാണ്, അധികാരികൾ നിശ്ചയിച്ച പ്രകാരമാണ് ജോലി എന്ന് പറയുന്നത്. ഇവിടെയോ ആസ് പെർ ദ ടേംസ് ഓഫ് റെഫറൻസ് ഓഫ് എ കോൺട്രാക്ട്. ഒരു കരാറിന്റെ നിബന്ധനകൾ അനുസരിച്ചാണ് അല്ലെ? കരാറിന്റെ നിബന്ധനകൾ അനുസരിച്ചിട്ടാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. അവര് ഏതൊക്കെ കരാറാണ് എടുത്തേക്കുന്നത്, അത് എന്തൊക്കെയാണ്, അതിനനുസരിച്ചുള്ള ജോലി ആയിരിക്കും. ആസ് പെർ ദ ടേംസ് ഓഫ് റെഫറൻസ് ഓഫ് എ കോൺട്രാക്ട്. എന്താണ്? ഒരു കരാറിന്റെ കോൺട്രാക്ട്, ആ ഒരു ഇതിന്റെ നിബന്ധനകൾ, ടേംസ് ആൻഡ് റെഗുലേഷൻസ് അതനുസരിച്ചിട്ടായിരിക്കും ജോബ് എന്ന് പറയുന്നത്. Then ensuring quality. നോക്കിയേ, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എന്താണ്? അറ്റ് ടൈംസ്, ചില സമയങ്ങളിൽ, ചിലപ്പോൾ, ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ, ചിലപ്പോൾ ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കണ്ടോ? അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. ചില സമയത്ത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, ഉറപ്പുവരുത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എന്താ? അവർ ഓൾറെഡി അവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ്. അവര് എന്താ പറയാ, അവരെന്തെങ്കിലും ഇപ്പൊ എന്താ, അവർക്ക് അത്രയും ചില സമയങ്ങളിൽ ഫുള്ളി ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. അവർക്കിടെ ഇത് തന്നെയാണ് അല്ലെ? എന്തായാലും അവര് തന്നെയാണ് ജോലി ചെയ്യുള്ളൂ. ഇനി അവരെ മാറ്റി വേറെ ആളുകളെ ഒന്നും ഇല്ല അല്ലെ? അതുകൊണ്ട് ചില സമയത്ത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. Then ഇവിടെ നോക്കിയേ, ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട് വിത്ത് ഇൻഡെപ്ത് പെനാലിറ്റീസ്. പെനാലിറ്റീസ് എന്ന് പറഞ്ഞാൽ പിഴയാണ് കേട്ടോ. ഫോർ പുവർ പെർഫോമൻസ്. അതായത് അവര് പറയും, ഇപ്പൊ കോൺട്രാക്ടർ ഇതൊക്കെയാണെങ്കിലും അവര് ഇതിനകത്ത് എന്താ, ആ കോൺട്രാക്ട് പറയും അല്ലെ, ഇന്ന ഇതില് ചെയ്യാന്നുള്ളത്, ഇന്ന പെർഫെക്ഷനോട് കൂടി ചെയ്യാന്ന് പറയുന്നത്. ഇനി അഥവാ അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റും? പൂർ പെർഫോമൻസ് ആണ്, അവരുടെ സർവീസ് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഹോസ്പിറ്റലുകൾക്ക് പിഴ ഈടാക്കാം. അപ്പൊ നമ്മൾ ഇത്ര രൂപയ്ക്ക് ഒരു കരാറ്, ഒരു 5000 രൂപ ഒരു കരാറ്, ആ ഒരു ഇതിലാണ് നമ്മൾ ആ ഹൗസ് കീപ്പിംഗ് സർവീസ് ഒരു കോൺട്രാക്ട് ബേസിൽ പുറം കമ്പനിയെ ഏൽപ്പിച്ചത്. അപ്പൊ അവര് ഇന്ന രീതിയിലൊക്കെ ചെയ്യാന്ന് പറയുമല്ലോ അതില് അല്ലെ? ഇന്ന രീതിയിലൊക്കെ ചെയ്യാമെന്നുള്ളതിലാണ് നമ്മൾ 5000 രൂപ കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പൊ അവര് ചെയ്യുന്ന അത് ആ അത്രയും പറയുന്ന, അവര് പറഞ്ഞ അല്ലെങ്കിൽ ആ എഗ്രിമെന്റിലുള്ള അത്രയും ഒരു ക്വാളിറ്റി അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അതിന് പിഴ എടുക്കാൻ പറ്റും.
ഓക്കെ, ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് എന്താ കുറച്ചും കൂടി പെർഫെക്ഷനോട് കൂടി തന്നെ ചെയ്യാൻ നോക്കും. അതാണ് ആ ടേബിൾ പറഞ്ഞത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒരുപാട് അങ്ങനെ ഇമ്പോർട്ടന്റ് പറയാനില്ല, ജസ്റ്റ് ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാം. ഓരോ ഇതും അത് നിങ്ങൾ കമ്പയർ ചെയ്ത് ആ ഒരു മനസ്സിലാക്കി ഒന്ന് വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ് സർവീസ്. ഒരു നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കം എന്താണ്, ഫലം എന്താണ്? ഒരു നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കം, അതിന്റെ ഫലം എന്താണ്? അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. എന്താണ്? അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. ആൻഡ് കൺട്രോൾ, നിയന്ത്രിക്കുക. എന്താ? ഇൻഫെക്ഷൻ. കണ്ടോ, ഇൻഫെക്ഷനെ ഒഴിവാക്കാനും നിയന്ത്രിക്കാനും പറ്റും. ശരിയല്ലേ? അല്ലെ? നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷനെ കുറയ്ക്കാൻ പറ്റൂലേ? എല്ലായിടത്തും അടിച്ചു വാരി നല്ല ക്ലീൻ ആയിട്ടാണ് അല്ലെ എല്ലാരും ക്ലീൻ ആയിട്ടോടെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറ്റും? ഇൻഫെക്ഷനെ ഒഴിവാക്കാനും അതിനെ നിയന്ത്രിക്കാനും പറ്റും. രണ്ടാമത്തെ, കർട്ടൈൻ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. എന്താണ് കർട്ടൈൻ എന്ന് വെച്ചാൽ? റെഡ്യൂസ് എന്നുള്ള മീനിങ് ആട്ടോ. ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കുന്നു, അല്ലെ ആ സമയം കുറയ്ക്കുന്നു. ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കുന്നു. എന്താണ്? നല്ല ക്ലീൻ ആണ് ഹോസ്പിറ്റല്, നല്ല ക്ലീൻ ആണെങ്കിൽ അല്ലെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവോ? ഇൻഫെക്ഷൻ ഒന്നും വരില്ല. ഹോസ്പിറ്റല് നല്ല ക്ലീൻ ആണെങ്കിൽ അവിടെ വേറൊരു ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താ? പെട്ടെന്ന് നമുക്ക് അസുഖം മാറി പോകാൻ പറ്റൂലേ? നമ്മുടെ രോഗങ്ങൾ പെട്ടെന്ന് മാറി നമുക്ക് പോകാൻ പറ്റും. അതാണ് ആ ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യുന്നത്, അത് കുറയ്ക്കുന്നു. കർട്ടൈൻ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കുന്നു. ക്ലിയർ ആയോ? എന്താ? ഹോസ്പിറ്റല് നല്ല ക്ലീൻ ആണെങ്കിൽ വേറെ രോഗങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ വേഗം നമുക്ക് രോഗം മാറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലേക്ക് പോകാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഈ അതേസമയം നമ്മൾ ഹോസ്പിറ്റലിൽ അത്രയും ക്ലീൻ അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം. അപ്പൊ ചിലപ്പോ 2 ദിവസം കൊണ്ട് മാറേണ്ട രോഗമാണെങ്കിൽ വീണ്ടും ഇൻഫെക്ഷൻ ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി സമയം കിടക്കേണ്ട വരാം, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റേ ചെയ്യേണ്ട വരാം. അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ ഹോസ്പിറ്റലിലെ സ്റ്റേ കുറയ്ക്കാൻ പറ്റുന്നു. അതാണ് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റുന്നു. അടുത്ത നോക്കിയേ, റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിസിൻ കെയർ. മെഡിക്കൽ ചെലവ് കുറവ് വരുന്നു. ശരിയല്ലേ? മെഡിക്കൽ ചെലവ് കുറവ് വരുന്നു. 5 ദിവസം കിടന്നു കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അത്രയും ചെലവ് കുറവ് വരുള്ളൂ, മെഡിക്കൽ കോസ്റ്റ് വരുള്ളൂ. എന്നാൽ നമ്മൾ അത് ഡബിൾ ആണ്, 10 ദിവസം കിടന്നെങ്കിൽ അതിനനുസരിച്ച് ഹോസ്പിറ്റലിൽ കുറവ് വരുന്നു. ഓക്കെ. റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ, മെഡിക്കൽ ചെലവിൽ കുറഞ്ഞു വരുന്നു. പിന്നെ ഓക്കെ, പിന്നെ ഒരു ഇതും കൂടി നമുക്ക് പറയാം. ഹോസ്പിറ്റലിലെ നമുക്ക് എന്താ പറയാ കൂടുതൽ അപ്പൊ നല്ലൊരു ക്ലീൻ ഇതാണെങ്കിൽ കുറെ ആളുകള് എന്താ ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഇൻകം കൂടൂലേ? ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടൂലേ? കൂടുതൽ ആളുകള് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടും. ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടുന്നതനുസരിച്ച് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഫീസ് വേണമെങ്കിൽ എന്താ പറയാ ആളുകളിൽ നിന്ന് ഈടാക്കിയാൽ മതിയാവും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അത് പറയാം. അതായത് മെഡിക്കൽ ചിലവുകൾക്ക് കുറവ് വരുന്നു, ആ കോസ്റ്റ് കുറവ് വരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് കുറച്ചാലും നമുക്ക് മെഡിക്കൽ ചെലവ് കുറവ് വരാം അല്ലെ? നമുക്ക് അധികം പൈസ വേണ്ടി വരില്ല, പെട്ടെന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുകയാണ്. ഇനി വേറെ രീതി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ വരും. കൂടുതൽ ആളുകൾ വരുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടും. ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടുമ്പോൾ പേഷ്യൻസിൽ നിന്ന് ഒരു റീസണബിൾ ആയിട്ടുള്ള അല്ലെ ഒരു ചെറിയൊരു ഫീസ് മതി. ഒരു 5000 പേര് വന്നു, അപ്പൊ അവർക്ക് നിന്ന് കുറച്ച് ഫീസ് കളക്ട് ചെയ്താൽ മതി. ആ സ്ഥാനത്ത് 100 പേരാണെങ്കിൽ ചിലപ്പോൾ അവര് കൂട്ടിത്തരാം, ചാർജ് ചിലപ്പോൾ കൂട്ടാം, ഓരോന്നിനുമുള്ള ചാർജുകൾ. ആ രീതിയിലും എന്തായാലും നമുക്ക് വരുന്ന മെഡിക്കൽ കെയർ അതിന് വേണ്ടി വരുന്ന കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അടുത്ത നോക്കിയാൽ കർട്ടൽ പേഷ്യന്റ് സഫറിങ്. പേഷ്യൻസിന്റെ സഫറിങ്, ഈ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ പറ്റും അല്ലെ?
പേഷ്യൻസിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ പറ്റും. രോഗിയുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ പറ്റും. പേഷ്യന്റ് സഫറിങ്, പേഷ്യൻസിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ പറ്റുന്നു. അടുത്ത നോക്കിയേ, ഇൻക്രീസ് പോപ്പുലാരിറ്റി. അതൊന്ന് നിങ്ങൾ നോക്കിയേ, ടെക്സ്റ്റിലൊന്ന് നോക്കിയേ. ഇൻക്രീസസ് പോപ്പുലാരിറ്റി, POPULARITY. അങ്ങനെയാണോ ആ പോയിന്റ് കിടക്കണേ? നോക്കിയേ, 2 3 യെസ്, ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഷെയർ ചെയ്തേക്കണേല് തെറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇൻക്രീസ് പോപ്പുലാരിറ്റി എന്നാട്ടോ, അതായത് ജനപ്രീതി വർദ്ധിക്കുന്നു അല്ലെ. നല്ല ഹോസ്പിറ്റൽ ക്ലീൻ ആണ്, നീറ്റ് ആണ്, ആളുകൾ എല്ലാവരും പറയൂലേ അല്ലെ, ആ ഹോസ്പിറ്റൽ നല്ലതാട്ടോ, നല്ല ക്ലീൻ ആണ്, നല്ല നീറ്റ് ആണ് എന്നൊക്കെ, നല്ല ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അങ്ങനെ അതനുസരിച്ച് ജനപ്രീതി വർദ്ധിക്കാൻ കാരണമാകും. അടുത്ത നോക്കിയേ, മോർ വിസിറ്റ് ഓഫ് പേഷ്യന്റ്. എന്താ പറ്റുക? കൂടുതൽ ആളുകള് ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പൊ നമ്മൾ ജനപ്രീതി കൂടുമ്പോഴെന്താ, കൂടുതൽ ആളുകള് ആ ഹോസ്പിറ്റലിലേക്ക് വരും. മോർ വിസിറ്റ് ഓഫ് പേഷ്യൻസ്, കൂടുതൽ ആളുകള് ഹോസ്പിറ്റലിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരും. അതായത് ഹോസ്പിറ്റലിൽ വരും. ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, മികച്ച സംതൃപ്തി കിട്ടുന്നു. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അതും ഒന്ന് നോക്കിയാൽ കേട്ടോ. സാറ്റിസ്ഫാക്ഷൻ എന്നാണ് SATISFACTION, സാറ്റിസ്ഫാക്ഷൻ. അത് കറക്റ്റ് അല്ലേ? ടെക്സ്റ്റിൽ കിടക്കണേ നിങ്ങളുടെ. പേഷ്യൻസിന്റെ സംതൃപ്തി അത് കൂടുന്നു. നമ്മൾ ഓൾറെഡി സംതൃപ്തരാണ് അല്ലെ. നല്ല ഒരു ക്വാളിറ്റിയുള്ള നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് അതില് സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തരാണ്. അത്രയൊക്കെയാണ് ഔട്ട്കം പറയുന്നത് കേട്ടോ. ഔട്ട്കം ഓഫ് ഹൗസ് കീപ്പിംഗ് സർവീസ്. ഒന്ന് വായിച്ചു നോക്കിയേ, നമുക്കൊന്നോടെ പോയിന്റ് പറയാം. അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ ഒഴിവാക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്നു. കർട്ടയിൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ, ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യുന്നത് അതിന്റെ ആ ലെങ്ത് കുറയ്ക്കാൻ പറ്റുന്നു. പിന്നെ മെഡിക്കൽ ചിലവുകൾക്ക് വരുന്ന കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നു. പേഷ്യൻസിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നു. കർട്ടയിൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, കുറയ്ക്കുക. പേഷ്യൻസിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നു. പബ്ലിക് റിലേഷൻ കൂടുന്നു. പബ്ലിക് റിലേഷൻ തീവ്രമാകുന്നു. ഇന്റൻസിറ്റീസ് എന്ന് പറഞ്ഞാൽ തീവ്രമാകുക. ഇൻക്രീസ് പോപ്പുലാരിറ്റി, ജനപ്രീതി വർദ്ധിക്കുന്നു. മോർ വിസിറ്റ് ഓഫ് പേഷ്യന്റ്, കൂടുതൽ ആളുകള് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. പേഷ്യൻസിന്റെ സംതൃപ്തി കൂടുന്നു. ക്ലിയർ അല്ലേ? കുഞ്ഞു പോയിന്റാ, ഔട്ട്കം ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ്, അതായത് നമ്മള് ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാല് ഈ പേഷ്യൻസിന്റെ റൂമുകളിലൊക്കെ ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ തടയുന്നതിനും ഈ ഹൗസ് കീപ്പർമാരെ ഉപയോഗിക്കുന്നതാണ്. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ഉപയോഗിക്കുന്നതാണ് ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഞാൻ ഫസ്റ്റ് സെന്റൻസ് തന്നെ നോട്ട് ചെയ്തില്ല. എ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഈസ് യൂസ്ഡ് ബൈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ്. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആരാണ് ഈ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ്. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഈസ് യൂസ്ഡ് ബൈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ്. എന്തിനു വേണ്ടിയാ? ടു എൻകറേജ് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കാം. A sterile environment in patient room and avoid a spread of hospital acquired infection. എന്താ രണ്ട് കാര്യങ്ങൾ എൻകറേജ് ചെയ്യുന്നത്? ഈ പേഷ്യൻസ് റൂമില് ഒരു നല്ല സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അണുവിമുക്തമായിട്ടുള്ള അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കാൻ. And avoid the spread of hospital acquired infection. Hospital acquired infection സ്പ്രെഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ഉപയോഗിക്കുന്നതാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്.
ആ 2 പോയിന്റും അവിടെ നോട്ട് ചെയ്തിടുക. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഈസ് യൂസ്ഡ് ബൈ ഡാഷ്. ആരുപയോഗിക്കുന്നതാണ്? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാ? ഒരു പേഷ്യൻസിന്റെ റൂമുകളില് ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതിനും പിന്നെ അതുപോലെ ആൻഡ് അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി. The checklist has been formed to make it easier for hospitals to follow hospital housekeeping standard operating procedure. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. SOP എന്താണെന്നുള്ളത്. Such as high touch surfaces, room zoning and cleaning parts. With the safety culture, hospital housekeepers can easily നോക്കി. അപ്പൊ എന്താണ് ഹൈ ടച്ച് സർഫസ് ഏരിയ, ഹോസ്പിറ്റലിലെ ഹൈ ടച്ച് സർഫസ് ഏരിയ, റൂം സോണിങ്, ക്ലീനിങ് പാർട്ട് തുടങ്ങിയ ഹോസ്പിറ്റലിലെ എല്ലാ ഹൗസ് കീപ്പിങ്ങും SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഹോസ്പിറ്റലിന് അത് ഫോളോ ചെയ്യുന്ന SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതിന് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ ഫോം ചെയ്തേക്കുന്നത്. അതിനു വേണ്ടിയ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്യും ഹോസ്പിറ്റല് അത് ഫോളോ ചെയ്യുന്നതിന് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. അത്രയൊന്ന് വായിച്ചു വെക്കട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ആദ്യത്തെ 2 പോയിന്റും നോട്ട് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.